നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിക്കൻ ടിക്ക ബിരിയാണിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് 500 ഗ്രാം ബോൺലെസ് ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കിയ ചിക്കനാണ്. അപ്പോൾ അത് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തേക്കുക. അപ്പോൾ അത് നമുക്കൊരു പാത്രത്തിനകത്തോട്ട്, ഒരു ബൗളിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് മസാല വേണം. ഞാനിവിടെ ബിരിയാണി മസാലയാണ് എടുത്തേക്കുന്നത്. 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് പകരം ടിക്ക മസാല ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. അപ്പോൾ അത് ഇല്ലാത്ത കാരണം ഞാൻ ബിരിയാണി മസാലയാണ് എടുത്തേക്കുന്നത്. ഇനി 2 ടേബിൾ സ്പൂൺ തൈര് യോഗട്ട് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മസാല വേണം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ മല്ലിയില അരച്ചത്, അതും കൂടി നല്ല പേസ്റ്റാക്കി ചേർത്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നാരങ്ങയുടെ പകുതി നീര് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിടുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പെപ്പരിക്ക പൗഡറാണ്. അപ്പോൾ അതൊരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊരു നല്ല രുചി കിട്ടും. ഇതിൻ്റെ കൂടെ നല്ല ഉണങ്ങിയ ഉലുവയുടെ ഇല ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബിരിയാണി മസാലയല്ലേ ചേർത്തേക്കുന്നത്. അപ്പോൾ അത് ടിക്ക മസാല ചേർക്കുകയാണെങ്കിൽ അത് ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ ബിരിയാണി മസാല ചേർക്കുകയാണെങ്കിൽ ഈ ഉണങ്ങിയ ഉലുവയുടെ ഇല അതും കൂടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് മിക്സ് ചെയ്ത് ഒരു 30 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് ഒരു 5 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി 2 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുക. ഇനി സ്പൈസസ് ചേർക്കാം. പട്ട, ഏലക്ക, ഗ്രാമ്പൂ, സാജീരകം ഒരു 1/4 ടീസ്പൂൺ അതും കൂടി ചേർത്തതിന് ശേഷം 2 വലിയ ടൈപ്പ് സവാള നീളത്തിലരിഞ്ഞത്, കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതൊന്ന് വഴന്ന് കിട്ടുന്നതിനായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ അതൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. പുതിനയില ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് 1.5 ടീസ്പൂൺ ബിരിയാണി മസാല ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കവർ ചെയ്ത് നമ്മൾ വേകുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. ഒരു 5 മിനിറ്റ് മീഡിയം തീയിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി അതിന് ശേഷം ചിക്കൻ പീസസ് അതിനകത്ത് ഗ്രേവിയിൽ നിന്ന് നമുക്ക് വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ പീസസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയാണ് ഇത് മാറ്റി വെക്കുന്നത്. ഇനി ആ ഗ്രേവി നമ്മൾ അതിനകത്ത് തന്നെ ഇരിക്കട്ടെ. ഇനി അതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യണം. ഒരു 4.5 ഗ്ലാസ് തിളച്ച വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ തിളച്ച വെള്ളം 4.5 ഗ്ലാസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്ന 3.5 ഗ്ലാസ് അരിയാണ്. ഈ സെയിം ഗ്ലാസ്സിൽ തന്നെ 3.5 ഗ്ലാസ് അരി നല്ലപോലെ കഴിയതിന് ശേഷം വെള്ളം തോരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ഗ്രേവിയുടെ വെള്ളവും ഈ 3.5 ഗ്ലാസ്സിന് വരെ 1 ഗ്ലാസ് കൂടെ കൂട്ടി 4.5 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ടോട്ടൽ ഇവിടെ എടുത്തേക്കുന്നത്. ഗ്രേവിയും കൂടി ഉണ്ട് അതിൻ്റെ കൂടെ. അപ്പം ആവശ്യത്തിന് വെള്ളമാകും. അപ്പോൾ ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ കേവര വാട്ടർ ഒരു 2 ഡ്രോപ്സ് കേവര വാട്ടറും റോസ് വാട്ടറും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ അത് റൈസ് വേകുന്നതിനായിട്ട് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ പീസസ് ഫ്രൈ ചെയ്യണം. അതിനായിട്ട് കുറച്ച് ഫുഡ് കളർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. റെഡ് ഫുഡ് കളർ ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നല്ലൊരു ഭംഗിക്ക് വേണ്ടി നമ്മൾ ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഒരു റെഡിഷ് കളർ കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. അരിയിലെ വെള്ളമെല്ലാം വറ്റിയതിന് ശേഷം നമ്മൾ ആ സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വെക്കുക. ഇനി വേറൊരു പാനിൽ ചിക്കൻ പീസസ് ഇതുപോലെ വറുക്കുക. ഒത്തിരി അങ്ങ് ഓവറായിട്ട് ഫ്രൈ ആക്കണ്ട. ഒരു ചെറിയ രീതിയിൽ ഫ്രൈ ആക്കി നമുക്ക് മാറ്റി വെക്കാം. നമ്മൾ ചിക്കൻ പീസസ് എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്ത് നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്. നമ്മുടെ അരി എല്ലാം നല്ലപോലെ വെള്ളം വച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില അരിഞ്ഞതും പുതിനയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് അതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ഫുഡ് കളറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് ഒരു ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്തിട്ട് അടപ്പ് വെച്ചിട്ട് അടച്ചിട്ട് ഒരു 10 മുതൽ 20 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വെക്കുക. അതിൻ്റെ അടിയിൽ ഒരു അയൺ തവയുടെ
പുറത്തായിട്ട് വെക്കുകയാണെങ്കിൽ അടിയിൽ കരിയാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് നമുക്ക് അടച്ച് നല്ലപോലെ ഒന്നും കൂടി കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ ടിക്ക ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.